അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് പൂർത്തീകരിച്ചു കൊടുക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകളെല്ലാം മായ്ച്ചു കളയും. യാ റബ്ബന വഅഫു അന്ന വംഹുല്ലദീ കാന മിന്ന എന്ന് ഹദ്ദാദിൽ ഒരു പ്രധാന ദിക്റുണ്ട്. അള്ളാഹുവേ, ജീവിതത്തിൽ കഴിഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ച്ചു കളയണം. എങ്ങനെ മായ്ച്ചു കളയണം? ഇനി ആഖിറത്തിൽ വരുമ്പോൾ അത് വായിക്കേണ്ട അവസ്ഥ ഉണ്ടാകാത്ത വിധം. നമ്മൾ ചിലതൊക്കെ പൊരുത്തപ്പെട്ടാലും മനസ്സിന്ന് പോകൂല. പോകോ? പൊരുത്തപ്പെടലൊക്കെ നടന്നിക്കണേ, പക്ഷെ മനസ്സിന്നാണ് പോയി കിട്ടുമോ? അങ്ങനെയല്ല. വംഹുല്ലദീ കാന മിന്ന, ഞങ്ങളിൽ നിന്ന് ഉണ്ടായതൊക്കെ മായ്ച്ചു കളയുക. അതാണ് ഹജ്ജിന്റെ പ്രത്യേകത. രണ്ട് ഹദീസ് നമുക്കതിൽ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല. കലിമ ഷഹാദ ചൊല്ലുന്നതിന് മുമ്പ് ഒരാളിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഷഹാദത്തി കലിമയോടുകൂടെ അതൊക്കെ മായ്ക്കപ്പെട്ടു. 70 വയസ്സ് ജീവിച്ചിരിക്കുന്ന ഒരു അവിശ്വാസി, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് ജീവിച്ചത്? ഇപ്പൊ അദ്ദേഹത്തിന് വയസ്സ് 70ആയി. അയാൾ മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ ഷഹാദത്തി കലിമ ചൊല്ലിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാൾ 60-70 കൊല്ലക്കാലത്തെ റെക്കോർഡുകൾക്ക് പരിശോധനയില്ല. അയാൾ എങ്ങനെ ജീവിച്ചു എന്ന് പരിശോധനയില്ല. എന്തുകൊണ്ട്? അയാളെ റെക്കോർഡിൽ എല്ലാം മായ്ഞ്ഞുപോയി, തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ഞ്ഞുപോയി. ഇതേപോലെ ഒരു ഹദീത്ത് പിന്നെ കാണുന്നത് ഏതാണ്? അൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ല. ഹജ്ജായിട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ മുസ്ലിമായ ശേഷം ഒരാളിൽ എന്തൊക്കെ പാകപ്പിഴവുകൾ പറ്റിയിട്ടുണ്ടോ അള്ളാഹു തആല മായ്ച്ചു കളയും. അത്ര പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്. അപ്പൊ ആ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ചില ഹക്കടപാടുകൾ പറയേണ്ടതുണ്ട്, ചില വാക്കടപാടുകൾ പറയേണ്ടതുണ്ട്, ചില പ്രത്യേക ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠമായ ഒരു അമലിന് ഭാഗ്യം കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. ഹജ്ജിന്റെ സാഹചര്യം ഒത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത കൊല്ലം എനിക്ക് പോകാം, ആരോഗ്യം വലിയ കുഴപ്പമില്ല, സാമ്പത്തിക ശേഷിയൊക്കെ അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്കും തയ്യാറെടുപ്പിലേക്കും എത്തുമ്പോൾ ഇനി പിന്തിക്കണ്ട, ഫല്യതഅജ്ജൽ, വേഗത്തിൽ ആ കാര്യത്തിലേക്ക് മുന്നോട്ട് വരണം. സാഹചര്യങ്ങളൊക്കെ ഒത്തു കിട്ടിയിട്ട് നമ്മുടെ കാരണങ്ങളാൽ നമ്മളത് പിന്തിച്ചു, പിന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ വല്ല ജൂതനോ മറ്റോ ആയി ചത്തുപോയിക്കോട്ടെ എന്ന് നബി തങ്ങൾ താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്.